ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞ് 8-ാം തീയതി രാവിലെ നിലമ്പൂരേക്ക് പോകുന്നത് 2 ദിവസം നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിലമ്പൂരേക്ക് പോകുന്നത്, ഇളമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ 5 മണിക്കാണ് വണ്ടി, 5:10 കണ്ണൂരിൽ നിന്ന് ഷൊർണൂരേക്കുള്ള വണ്ടി. അപ്പോൾ നമ്മൾ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ണൂർ. അവിടുന്ന് 5:10 വണ്ടി വിട്ടു ഷൊർണൂരേക്ക്. ഷൊർണൂരെത്തി അവിടുന്ന് നമ്മൾ നിലമ്പൂരേക്കുള്ള വണ്ടി കയറി. നിലമ്പൂരും എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് ഇത്ര വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല. സ്കൂൾ പൂട്ടി തുറന്നത് കൊണ്ടാണെന്നറിയില്ല, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി ഇറങ്ങി. അതിനുശേഷം ഇത് ഉപ്പ ഉണ്ട് അവിടെ കാത്തു വന്നിട്ടുണ്ട്. ഉപ്പ പറഞ്ഞ ആദ്യം സ്കൂട്ടറിൽ പിള്ളേർക്ക് കൊണ്ടാക്കിയിട്ട് വരാം, എന്നിട്ട് നിന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഉപ്പ സ്കൂട്ടറിൽ കുട്ടികളെ കൊണ്ടാക്കി, എന്നിട്ട് ഇത് എന്നെയും കൂട്ടി വന്ന് പിന്നെ ഇളമാൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ട്, അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചു. നേരെ പിന്നെ ഇളമാൻ്റെ വീട്ടിൽ പോകാൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കഴിച്ചുള്ളൂ. മോക്ക് പിന്നെ ചപ്പാത്തി ഇറച്ചിക്കറിയും കൊടുത്തിട്ടുണ്ട്, ഓട് കഴിച്ചിട്ടുണ്ട്. പിന്നെ മോനൊന്നും കഴിച്ചിട്ടില്ല. മോനിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉഴുന്ന് വട മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഓൻ അതും കഴിച്ചു. അപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൈയും കാലും വരച്ചിട്ട് പാടില്ല വിശന്നിട്ട്. രാവിലെ 5 മണിക്കാണ് വണ്ടി കയറുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ 11-11:30 മണിക്കാണ് നമ്മളിപ്പോൾ നിലമ്പൂർ എത്തുന്നത്. അതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്നും വാങ്ങിയിട്ട് കഴിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ നേരെ പിന്നെ ഇളമാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. നല്ല നല്ല സ്ഥലമല്ലേ നിലമ്പൂർ. അവിടുത്തെ റബ്ബർ തോട്ടങ്ങളും അവിടുത്തെ പച്ചപ്പെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിരാ. അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട് 19-ാം തീയതി. ചക്കൻ്റെ സീസണായിട്ട് ഇതുവരെ വരിക്കച്ചക്ക കഴിച്ചിട്ടില്ല. പഴുത്ത വരിക്കച്ചക്ക കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഉപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ എവിടെ നിന്ന് മേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടാൻ പറ്റുന്ന സമയത്ത് ഓരോട് പറഞ്ഞിട്ടുണ്ടേനി ഇളമ്മനോട് തൊളിച്ച് വെക്കണേ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇളമ്മ തൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം അങ്ങനെ ഇളമ്മാൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. പോയപാട് എന്തെങ്കിലും കഴിക്കണം. കുളിച്ചിട്ട് ഫ്രഷ് ആവാണ്ടല്ല ഞാൻ ഭക്ഷണത്തിന് ഇരുന്നത്, അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടേനി. അപ്പോൾ അവിടെ ചപ്പാത്തിയും ബീഫ് കറിയാണ് ഇളമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചക്ക ഒരു ചെമ്പിൽ നിറച്ചിട്ടുണ്ടേനി, കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണ്. അപ്പോൾ അതിൽ നിറച്ചും ചക്ക തൊളിച്ച് വെച്ചിട്ടുണ്ടേനി. ഞാനും കുട്ടികളും ഇരുന്നിട്ട് ഭക്ഷണത്തിനെക്കാട്ടി മുന്നേ ഈ ചക്ക തിന്ന് തീർക്കാനാണ് നോക്കിയത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക. അപ്പോൾ രാവിലത്തെ നാസ്ത കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. പക്ഷെ തലേന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും പോകണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കം കിട്ടില്ല, വിശപ്പും ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ ഉച്ചക്ക് സാധാരണ ചോറ്, പരിപ്പ് കറി, ബീഫ് കറി. അപ്പോൾ അന്നേ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുന്നാൾ കഴിഞ്ഞതല്ലേ, അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി ഒന്നും വേണ്ട, നമുക്ക് സാധാരണ ചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ചോറും തൈരും അങ്ങനെയൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാനും കുട്ടികളൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ പാത്രത്തിൽ നിറയെ ചക്ക തുളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു നമ്മൾ 3 ആളും, ഞാനും എൻ്റെ 2 മക്കളും. പിള്ളേരുടെ കഴിഞ്ഞതിന് കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മധുരമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചക്കക്ക് മധുരം കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ സമയത്ത് ചക്ക കഴിച്ചിട്ടുണ്ട്, പക്ഷെ മധുരം ഉണ്ടായിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ മധുരം കുറയും. പക്ഷേ ഈ ചക്ക കണ്ടല്ലോ, മധുരം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. കുറേ കഴിച്ചു. അതിനുശേഷം വൈകിട്ടായപ്പോൾ ഞാനും എളാമ്മൻ്റെ മോളും എൻ്റെ മോളും ഒന്ന് നടക്കാൻ ഇറങ്ങി. ആ ചുറ്റുവട്ടത്തിലൊക്കെ അവിടെ തോടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ഈ തോട്ടിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കുറേ ദൂരം വരെ നടന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെയും തൊട്ടടുത്തുള്ള സ്ഥലത്തൊരു ചെറിയൊരു തോടും കൂടി ഉണ്ടായിനി. അപ്പോൾ ഇളമാൻ്റെ മോള് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതിലുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.